എന്താണ് പോൺസി സ്കീം തട്ടിപ്പ്? ഉയർന്ന റിട്ടേൺസ് പ്രോമിസ് ചെയ്ത് ഒരു പോൺസി സ്കീമിൽ 4000-ലേറെ ഇൻവെസ്റ്റേഴ്സിൽ നിന്നായി 892 കോടി രൂപയാണ് ഹൈദരാബാദിലെ ഹാൽക്കൻ ഗ്രൂപ്പ് തട്ടിയെടുത്തത്. എന്നാൽ പോൺസി എന്ന വാക്കിന് പിന്നിൽ പലർക്കും അറിയാത്ത ഒരു കഥയുണ്ട്, ഒരു റിയൽ സ്റ്റോറി. 1982 മാർച്ച് 3-ന് ഇറ്റലിയിലെ പാർമയിൽ ചാൾസ് പോൺസി എന്ന ആൾ ജനിച്ചു. 1903-ൽ അമേരിക്കയിലെ ബോസ്റ്റണിലേക്ക് കുടിയേറുമ്പോൾ 21-കാരനായ പോൺസിയുടെ കയ്യിൽ വെറും $2.50 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു പുതിയ സ്കീമുമായി അയാൾ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ സമീപിച്ചു. ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺ എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. ആ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വെറും 3 മാസം കൊണ്ട് പണം ഇരട്ടിയാക്കാമെന്ന് പോൺസി വാഗ്ദാനം ചെയ്തു. അയാളുടെ തന്ത്രം വിജയിച്ചു. വെറും ഒരാഴ്ച കൊണ്ട് $1 മില്യൺ കൂടുതലാണ് ആളുകൾ പോൺസിയുടെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് പേപ്പർ പോൺസിയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നു. പിന്നീട് വന്ന ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം വാങ്ങി ആദ്യകാലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ആ പണം നൽകുന്നതായിരുന്നു പോൺസിയുടെ രീതി. തട്ടിപ്പ് പുറത്തു വന്നതോടെ പോൺസിയുടെ കസ്റ്റമേഴ്സിൽ പലരും പാപ്പരാവുകയും പോൺസി ജയിലിൽ പോവുകയും ചെയ്തു. ആ തട്ടിപ്പിന് ശേഷമാണ് പോൺസി സ്കീം എന്ന വാക്ക് നിലവിൽ വന്നത്. ഇനി പറയൂ, ചുരുങ്ങിയ സമയം കൊണ്ട് പണം ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോൾ വന്നിട്ടുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.